ക്രിസ്തുമസ് കാരോൾ. നല്ല നിലാവുള്ള രാത്രി, പൗർണമിയിൽ കുളിച്ചു നിൽക്കുന്ന രാവ്, മുറിക്കുള്ളിലെ ജനാലയിൽ കൂടി നിലാവിൽ മുങ്ങിക്കുളിച്ചു നിൽക്കുന്ന ചന്ദ്രനെ ഇവ വെട്ടാതെ നോക്കി നിൽക്കെ ഞാൻ എൻ്റെ ബാല്യ കൗമാര കാലത്തിലേക്ക് പോവുകയായിരുന്നു. ഇന്നും എൻ്റെ ഹൃദയത്തിൽ സുഖമുള്ള നനുത്ത നോവായി ഉറങ്ങിക്കിടക്കുന്നു ആ നിമിഷങ്ങൾ. എൻ്റെ മുഖം പ്രണയപരവശയായി മാറിക്കൊണ്ടിരിക്കുന്നു. പെട്ടെന്ന് അവയ്ക്കൊരു തടസ്സമായ ഒരു ഫോൺ കോൾ. ആദ്യം തടസ്സമെന്ന് തോന്നിയെങ്കിലും ഫോണിൻ്റെ ഡിസ്പ്ലേയിൽ പതിഞ്ഞ ആ പേര് കണ്ടപ്പോൾ സന്തോഷം തോന്നി. അത് മറ്റാരുമല്ല, എൻ്റെ പ്രിയ സുഹൃത്താകുന്നു. ഹലോ ഹലോ ഡിയർ ഫ്രണ്ട് അമ്മുക്കുട്ടി. ഹായ്, എന്തുണ്ടേ? നദി, താൻ എന്തെടുക്കുന്നു? ഞാൻ വെറുതെ അങ്ങ് ദൂരെ ആകാശ് തുതിച്ചു നിൽക്കുന്ന ചന്ദ്രനെ നോക്കി നിൽക്കുകയായിരുന്നു. ഞാനും. ഇന്നെനിക്കെന്തോ വല്ലാത്തൊരു സന്തോഷം. എല്ലാ വർഷവും ഏതാണ്ട് ഈ അവസരത്തിൽ ക്രിസ്തുമസ് ദിനങ്ങളിൽ, പ്രത്യേകിച്ചും പാതിരാത്രിയിൽ വീടുകൾ തോറും പള്ളിയിൽ നിന്ന് കരോൾ വരുന്ന ദിനത്തിൽ, ഇന്നാണോ നിന്റെ പള്ളിയിൽ നിന്ന് കരോൾ വരുന്നത്? ആഹാ, കൊള്ളാലോ. പിന്നെ ആരോടും ഇതുവരെ പറഞ്ഞിട്ടില്ലാത്ത ഒരു കാര്യം ഞാൻ തന്നോട് പറയട്ടെ. പറഞ്ഞോടോ. എന്നുമില്ല, എന്നാൽ എന്നും എപ്പോഴും കൂടെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന ഒരു സുഖമുള്ള നോവ്, എൻ്റെ പ്രണയം. വാവ്, നിനക്കോ ഈ ടൈമിൽ എന്നോടാ? ഏയ് പോടാ, നീ എൻ്റെ ഫ്രണ്ടല്ലേ. പ്രണയം അത് ഈ ജന്മത്തിൽ ഒരാളോട് മാത്രം തോന്നിയിട്ടുള്ള വികാരം, മനസ്സുകൊണ്ട് തോന്നിയിട്ടുള്ള വികാരം. എൻ്റെ ബാല്യ കൗമാര പ്രായത്തിൽ അല്ല, കൗമാരത്തിലാണോ അറിയില്ല, എന്നു മുതലാണ് ഞാൻ അദ്ദേഹത്തിനെ ശ്രദ്ധിക്കാൻ തുടങ്ങിയതെന്ന്. ഒരു നോട്ടം, ഒരു ചിരി, ചുരുങ്ങിയ വർത്തമാനം. അപ്പോൾ നിനക്ക് തോന്നാം എവിടെ പ്രണയമെന്ന്. അറിയില്ല, ഒന്നും തിരിച്ചു കിട്ടാനല്ല, എൻ്റെ ആത്മനിർവൃതിക്ക് വേണ്ടി ഞാൻ പ്രണയിച്ചു, പ്രണയിക്കുന്നു, പ്രണയിച്ചുകൊണ്ടേയിരിക്കുന്നു. ഒരേ പള്ളിയിൽ, ഒരേ നാട്ടുകാർ, അവിടെ എവിടെയെങ്കിലും വെച്ചൊന്ന് കാണുന്നു, ചിരിക്കുന്നു. എങ്കിലും എവിടെ ഞങ്ങൾ ഒരുമിച്ച് വരുന്നുവോ അവിടെ ഞാൻ സ്വർഗമാകുന്ന പൂങ്കാവനം മെനയുന്നു. എന്നു മുതലാണ് അദ്ദേഹം എൻ്റെ മനസ്സിൽ പ്രത്യക്ഷമായത്? എന്താണ് അദ്ദേഹത്തിൽ ഞാൻ ആകൃഷ്ടനായത്? എന്നെപ്പോലെ ആയിരുന്നില്ല. വളരെ അച്ചടക്ക സ്വഭാവം, സൗമ്യൻ, ശാന്തൻ, ആത്മീയ കാര്യങ്ങളിൽ തൽപരൻ, വിദ്യായോഗ്യൻ, അങ്ങനെ കുറേ വർണ്ണനകൾ. ആരാണ് ഇത്തരത്തിലുള്ള സ്വഭാവ മഹിമയുള്ളവർ ഇഷ്ടപ്പെടാത്തവർ? ഒന്ന് നോക്കുക പോലുമില്ലാത്തവരായിട്ട്. ഞാനൊരു മനുഷ്യരല്ലേ, പെണ്ണല്ലേ. പക്ഷേ കൈയെത്തും ദൂരത്തുണ്ടായിട്ടും ഒന്ന് കൈനീട്ടി വിളിച്ചിരുന്നില്ല ഞാൻ. സ്നേഹിച്ചു, സ്നേഹിക്കുന്നു. ഒരു പക്ഷേ എൻ്റെ ഇഷ്ടം അറിയിച്ചാൽ അത് തിരസ്കരിക്കപ്പെടുമോ എന്ന് വിചാരിച്ചു. വിചാരമല്ല, അതാണ് വാസ്തവം. ഒരു പക്ഷേ ഞങ്ങൾ പരസ്പരം എല്ലാ അർത്ഥത്തിലും ഒന്നിച്ചാൽ അദ്ദേഹത്തിന് ഒരു സൗഭാഗ്യങ്ങളും എന്നിൽ നിന്ന് ലഭിക്കപ്പെട്ടില്ലെങ്കിലോ? കഴിയില്ല. ഞാൻ കാരണം ഭാവിയിൽ അദ്ദേഹം ഒരു രീതിയിലും സങ്കടപ്പെടാനോ നിരാശപ്പെടാനോ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എൻ്റെ ഇഷ്ടം അതെൻ്റെ മനസ്സിൽ ഭദ്രം, ആർക്കും ഒരു ഉപദ്രവമാകുന്നില്ല. അങ്ങനെ ഉള്ളിൽ മധുരം തുളുമ്പുന്ന പ്രണയവുമായി ജീവിതം മുന്നോട്ട് പോയി. കേൾക്കുന്നവർക്ക് തോന്നാം കൗമാരപ്രായത്തിൽ ഉണ്ടാവുന്ന വെറും പോയി വികാരമെന്ന്, ടീനേജ് ഇഷ്യൂ. അതാണെന്നാണ് ഞാനും കരുതിയത്. വർഷങ്ങൾ കടന്നുപോയി. ഇന്നും ഈ നിമിഷം വരെ ഈ ഒരു വികാരം യാതൊരുവിധ മങ്ങലേൽക്കാതെ മനസ്സിൻ്റെ അടിത്തട്ടിൽ ഉറങ്ങിയും ഉണർന്നും കിടപ്പുണ്ട്. ചുരുങ്ങിയ വേളകളിൽ ഞാൻ അദ്ദേഹത്തിനെ കാണാറുണ്ട്. കാണുമ്പോൾ ഒന്ന് ചിരിക്കും, അങ്ങേറ്റം പോയാൽ ഒന്നോ രണ്ടോ വാക്കുകൾ. ഇന്നും യാതൊരുവിധ മങ്ങലേൽക്കാതെ അന്നത്തെ ആ സ്നേഹം പുതുമയോടെ നിലനിൽക്കുന്നു. പ്രണയം അതിൻ്റെ പൂർണ്ണതയിലെത്തുന്നത് രണ്ടുപേരും ഒന്നിക്കുമ്പോഴാണെന്നല്ലേ വിശ്വസിക്കപ്പെടുന്നത്? ആണോ? ആണെങ്കിൽ എന്ത് വില കൊടുത്തും ഞാൻ സ്വന്തമാക്കിയനെ. എന്നാൽ അങ്ങനെയല്ല. താൻ സ്നേഹിക്കുന്നയാൾക്ക് എല്ലാവിധ സൗഭാഗ്യവും നന്മയും സന്തോഷവും
ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നിടത്തെ യഥാർത്ഥ പ്രണയം വിരിയുകയുള്ളൂ. എനിക്കിഷ്ടമാണ്. എന്നാൽ ഞാൻ കാരണം എൻ്റെ സ്നേഹം തിരസ്കരിക്കപ്പെടുമോ എന്ന് സംശയിച്ചു. തിരസ്കരിക്കപ്പെട്ടാൽ സഹിക്കാൻ കഴിയുകയില്ല. അങ്ങനെ ദിനങ്ങൾ കടന്നുപോയി, വർഷങ്ങളും കൊഴിഞ്ഞുപോയി. അദ്ദേഹം മറ്റൊരു വിവാഹബന്ധത്തിൽ ഏർപ്പെടുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ വിവാഹമെന്ന് കേട്ട നിമിഷം മനസ്സുകൊണ്ട് ഒരുപാട് സങ്കടപ്പെട്ടു. എന്നാൽ കരങ്ങില്ല. ഉള്ളിലൊരു തേങ്ങലായി അദ്ദേഹത്തിന് സർവ്വ നന്മകളും നേർന്നുകൊണ്ട് ഞാൻ ഇന്നും അദ്ദേഹത്തിനെ ആരോടും പറയാതെ, ആരും അറിയാതെ പ്രണയിച്ചുകൊണ്ടേയിരിക്കുന്നു. ഒടുവിൽ കുറേ വർഷങ്ങൾ പിന്നിട്ടതിന് ശേഷം ഞാനും വൈവാഹിക കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ചു. ഉള്ളിൽ നീറ്റലോ സങ്കടമോ എനിക്കില്ല. സന്തോഷത്തോടെ കടന്നു പോകുന്നു ഓരോ ദിവസവും. എന്നാൽ ചില സന്ദർഭങ്ങളിൽ സാഹചര്യങ്ങൾ മാറി മറിയുമ്പോൾ അറിയാതെ ആ കാലത്തിലേക്ക് മൗനമായി എൻ്റെ മനസ്സ് പോകുന്നു. സംഭാഷണത്തിനിടയിൽ പെട്ടെന്നിതാ മുറ്റത്ത് കരോൾ ഗാനത്തിൻ്റെ നാദം. ഹാ, ദേ കരോൾ ഈ പടിക്കലെത്തിയിരിക്കുന്നു. ആഹാ, പോയിട്ട് വരൂ. ഞാൻ ഫോൺ കട്ട് ചെയ്ത് മേശപ്പുറത്ത് വെച്ചു. എന്നിട്ട് ഞാൻ എൻ്റെ മുഖം കണ്ണാടിയിൽ നോക്കി. മുടിയൊന്ന് ചീകി, നെറ്റിയിലൊരു പൊട്ട് വെച്ചു. താഴേക്ക് ഇറങ്ങി. കരോളിൻ്റെ ആരവം, കരോൾ ദർശിച്ചതിൻ്റെ സന്തോഷമാണ് എൻ്റെ മുഖത്തെന്ന് ആർക്കും തോന്നും. എന്നാൽ ആരും ശ്രദ്ധിക്കാത്ത മട്ടിൽ ഞാൻ ആ ആൾക്കൂട്ടത്തിനിടയിൽ എൻ്റെ കണ്ണുകൾ കൊണ്ട് തിരഞ്ഞു. എന്നാൽ എൻ്റെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിച്ചിരുന്നില്ല. കരോൾ പോയി. അതെൻ്റെ കൺമുമ്പിൽ നിന്ന് മറയുന്നത് വരെ വിങ്ങലോടെ, നിരാശയോടെ നോക്കി നിന്നു. കത്തി ജ്വലിച്ച് നിൽക്കുന്ന തീനാളം പോലെ എൻ്റെ പ്രണയം, പറയാതെ പോയ പ്രണയം.